ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസ് ക്യുസീൻ. ഇന്നൊരു ഹാപ്പി ഡേ ആണ്. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഡൽഹി മണാലി ട്രിപ്പ്. ജാനുവരിയിലാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ജാൻ 9th ആണെന്ന്, തേഴ്സ്ഡേ. ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തത്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു ട്രിപ്പാണ്. അപ്പം ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി പറയാം. ഞങ്ങളുടെ ട്രിപ്പിലെ എല്ലാ വിശേഷങ്ങളും ഞാനൊരു സീരീസ് ആയിട്ട് ഇനി കമ്മിങ് വീഡിയോസിൽ ഉണ്ടാവും. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പം എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഞങ്ങൾ കുവൈറ്റ് എയർപോർട്ടിലാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു ട്രിപ്പിന്. എയർപോർട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ലൗഞ്ചിൻ്റെ മുന്നിലും വലിയ ക്യൂ ആയിരുന്നു. 12:15 ഞങ്ങളുടെ ഫ്ലൈറ്റ്. രണ്ടുപേരുടെ ഫേസിലും ഉറങ്ങാത്തതിന്റെ ഒരു ക്ഷീണോ ഒന്നുമില്ല, കാരണം രണ്ടാളും ഭയങ്കര ഹാപ്പി എക്സൈറ്റഡും ആണ്. ഇപ്പൊ ടൈം 12 ആയി. ഇപ്പോഴാണ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നത്. ഞാൻ ഈ ട്രിപ്പിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതൊരു ഫാമിലി ട്രിപ്പാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ടോട്ടൽ അബൌട്ട് 30 ഉണ്ടായിരുന്നു. ഇത് എൻ്റെ മദർ ഇൻ ലോന്റെ ഫാമിലിയാണ്. മദർ ഇൻ ലോന്റെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അവരുടെ കിഡ്സ്, ഗ്രാൻഡ് കിഡ്സ്, അങ്ങനെ എല്ലാവരും കൂടിയായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പാണ്. ഞങ്ങൾ കുവൈറ്റിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ഇവരുടെ കൂടെ ട്രിപ്പിനൊന്നും അങ്ങനെ പോകാൻ പറ്റാറില്ല. ഞങ്ങൾ ലാസ്റ്റ് മൊമെന്റാണ് ജോയിൻ ചെയ്തത്. ഈ ട്രിപ്പിന് ഞങ്ങൾ കുവൈത്തിൽ നിന്ന് 7 പേരുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് ദുബായിൽ നിന്ന്, ബാക്കി എല്ലാവരും നാട്ടിൽ നിന്നായിരുന്നു. നാട്ടിൽ നിന്ന് കുറച്ച് പേര് മാത്രം ഫ്ലൈറ്റിൽ, ബാക്കി എല്ലാവരും ട്രെയിനിലായിരുന്നു. അവരുടെ ആ ട്രെയിൻ ജേർണി ഭയങ്കര അടിപൊളിയായിരുന്നു. 2 days ട്രെയിൻ ജേർണിയാണ്. അപ്പം ഞങ്ങൾ 9th വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, പക്ഷെ അവർ 8th ട്രെയിനിൽ കയറിയത്. ട്രെയിനിൽ അവർ ഫുള്ള് പാട്ടും ഡാൻസും റീൽസും ഗെയിംസ് ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് കുറച്ച് റീൽസ് ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതിൽ ആ സോങ്സ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അവരവിടെ ട്രെയിനിൽ അടിച്ചു പൊളിക്കല്ലേ. അങ്ങനെ ഞങ്ങളും ഡൽഹി എത്തി. ആകെ ഒരു ഫോഗി ഡേ ആയിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് പുറത്തു നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് ഫോഗി ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഡൽഹിയിലേക്ക് വരുന്നത്. ഇന്ത്യൻ ടൈം 7 ആയിരുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. അപ്പം ഞങ്ങൾ ഇന്ദിരാഗാന്ധി എയർപോർട്ടിന്റെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നടക്കുകയായിരുന്നു. ഇന്ത്യയിലെ ലാർജസ്റ്റ് എയർപോർട്ടുകളിൽ ഒന്നാണ് ഇന്ദിരാഗാന്ധി നാഷണൽ എയർപോർട്ട്. അതുപോലെ ഇതിനകത്തുള്ള സെറ്റപ്പ് ഒക്കെ വളരെ അടിപൊളിയാണ്. ഞങ്ങൾ എയർപോർട്ടൊക്കെ ശരിക്ക് എൻജോയ് ചെയ്ത് തന്നെ നടക്കണം. ആരും രാത്രി അങ്ങനെ ഉറങ്ങിയിട്ടില്ല. എല്ലാവരും ഒരു സ്ലീപ്പി മൂഡിലാണ്. ഡൽഹിയിലുള്ള എൻ്റെ ഒരു കൊളീഗ് പ്രത്യേകം പറഞ്ഞിരുന്നു, നമ്മൾ എയർപോർട്ട് ടാക്സി തന്നെ യൂസ് ചെയ്യണം, പ്രൈവറ്റ് ടാക്സി യൂസ് ചെയ്യരുത്. ഡൽഹിയിൽ നിന്നുള്ളവരെല്ലാം അവർക്ക് മനസ്സിലായാൽ അവർ നമ്മളുടെ അടുത്ത് നിന്ന് കൂടുതൽ ചാർജ് ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു അവൻ എനിക്ക്. എയർപോർട്ട് ടാക്സി കൗണ്ടർ എവിടെയാണ് ഉണ്ടാവുക എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ശരിക്കും ഒന്ന് റിഫ്രഷ്ഡ് ആയ പോലെ ഫീലായി. ടാക്സി കൗണ്ടർ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഈ ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, യെല്ലോയിൽ എഴുതിയിട്ടുള്ള. അതാണ് എയർപോർട്ട് ടാക്സി കൗണ്ടർ. അപ്പം നിങ്ങൾ പോകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അവിടെ പോയിട്ട് ടാക്സി ബുക്ക് ചെയ്യണം. നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് അവിടെ കൊടുത്ത്, അപ്പോൾ അവർ പേയ്മെൻറ്റ് പറയും. ആ ഒരു പേയ്മെൻറ്റ് നമ്മൾ അവിടെ കൊടുത്താൽ അവർ നമുക്കൊരു റെസിപ്റ്റ് തരും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടാക്സി സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഫസ്റ്റ് ഉള്ള ടാക്സി തന്നെ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ലഗേജ് കൂടുതലുണ്ടെങ്കിൽ അവർ പേയ്മെൻറ്റ് കൂടുതൽ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കും. അപ്പോൾ അവരോട് ചോദിക്കും ലഗേജ് എത്ര ഉണ്ടെന്ന്. ഞങ്ങൾ ടാക്സിയിൽ പോകുമ്പോഴുള്ള വ്യൂസൊക്കെ ശരിക്ക് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാണ്. ഫൈനലി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലെത്തി. ഇനി ഇതാണ് റൂമൊക്കെ കാണിക്കുന്നത്. ഞങ്ങളുടെ ലഗേജൊക്കെ അവരിവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ റൂം. അങ്ങനെ വലിയ റൂമൊന്നുമല്ല, ബട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതൊരു ബഡ്ജറ്റ് ഹോട്ടലാണ്.
റൂം നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ അത്ര ടൈം റൂമിൽ സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ രാവിലെ ഓരോ പ്ലേസസ് കാണാനൊക്കെ പോവുക, കംപ്ലീറ്റ് പ്ലാൻഡ് ആണല്ലോ ട്രിപ്പ്. ഇത് ആദ്യം തന്നെ സോഫയിൽ പ്ലേസ് പിടിച്ചു. പിന്നെ ഇതാണ് ബാത്റൂമും നല്ല നീറ്റാണ്. ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയി. പക്ഷെ ആർക്കും അങ്ങനെ ഉറക്കമൊന്നും കിട്ടിയില്ല. ട്രെയിൻ കുറച്ച് ഡിലേ ആയിരുന്നു. ശരിക്കും 11 മണിക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷെ അവർ 2 മണിയായി എത്താൻ ഉച്ചയ്ക്ക്. അവരും എല്ലാവരും ഡൽഹി എത്തിയ ആ ഒരു സന്തോഷത്തിലും ഭയങ്കര എക്സൈറ്റ്മെന്റിലുമാണ്. എല്ലാവർക്കും ഉള്ള റൂം ഈ ഹോട്ടലിൽ തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പം എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു. കരോൾ ബാഗിലാണ് ഞങ്ങളുടെ റൂം. അപ്പം ഇതാണ് കരോൾ ബാഗിലെ ഒരു സ്ട്രീറ്റ്. ഭയങ്കര തിരക്കുള്ള ഒരു സ്ട്രീറ്റാണിത്. എല്ലാവരും എത്തി. അപ്പം ഞങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്തു. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അവരെ വെയിറ്റ് ചെയ്യായിരുന്നു ലഞ്ച് കഴിക്കാൻ. എല്ലാവരും ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ. ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോസ് എടുക്കലും അതിൻ്റെ കൂടെ ലഞ്ചും കഴിച്ചു. ചിലരൊക്കെ ഞാൻ കുറേ ടൈമിന് ശേഷമാണ് കാണുന്നത്. ചിലരെ ലാസ്റ്റ് വെക്കേഷനിൽ കണ്ടിരുന്നു. ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് തന്നെ അന്ന് എല്ലാവരും ലഞ്ച് കഴിഞ്ഞ് റെസ്റ്റ് എടുത്തു. പിന്നെ രാത്രി ഞങ്ങൾ കരോൾബഗ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. നല്ല ഫോഗി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ക്യാമറ ഒന്നും അത്ര ക്ലിയർ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് ഫോൺ പുറത്തെടുക്കാൻ തന്നെ പേടിയായിരുന്നു. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം എൻ്റെ കൊലീഗ്സും ഫ്രണ്ട്സും ഒക്കെ വോൺ ചെയ്തൊരു കാര്യമായിരുന്നു. ഇപ്പം നമ്മുടെ വാലറ്റ്, പിന്നെ മൊബൈൽ എല്ലാം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മളത് കയ്യിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ വന്ന് അത് തട്ടിപ്പറിച്ച് ഓടിപ്പോകുമെന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടിരുന്നത്. ഈ പഞ്ചാബ് സ്വീറ്റ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഞങ്ങൾ താമസിച്ച ആ സ്ട്രീറ്റിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അടിപൊളി റെസ്റ്റോറൻ്റാണ്. നല്ല ഫുഡാണ്. റീസണബിൾ പ്രൈസും ആയിരുന്നു. കംപ്ലീറ്റ് ആയിട്ടൊന്നും ഞാൻ ഈ മാർക്കറ്റ് ഇന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വേറൊരു ദിവസം ഞങ്ങൾ കരോൾബഗ് മാർക്കറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനിടാം. ഡൽഹിയിൽ നമ്മൾ ശരിക്കും കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഇതുപോലത്തെ സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും. കാരണം നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരല്ല എന്ന് അവർക്ക് തോന്നിയാൽ അവർ നമ്മളെ ശരിക്കും പറ്റിക്കും. ഇവിടുത്തെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ചീപ്പാണ് എല്ലാ സാധനവും. നമുക്ക് നന്നായിട്ട് വില പേശാൻ പറ്റുകയാണെങ്കിൽ അത് ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വളരെ ചീപ്പാണ്. ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്യണേ. അപ്പോഴല്ലേ ഞാൻ ഇനി അടുത്ത വീഡിയോസ് ഒക്കെ ഇടുമ്പം അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് അസർബൈജാനിൽ പോയ ട്രിപ്പിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇവിടെ ഐ ബട്ടണിലിടാം. അപ്പോൾ അത് മറക്കാതെ കാണണേ. നിങ്ങൾ അസർബൈജാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊരു സീരീസ് ആയിട്ട് തന്നെയാണുള്ളത്. നിങ്ങൾ അസർബൈജാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഞങ്ങൾ പോയ ട്രാവൽസ്, ആ ട്രാവൽസിൻ്റെ പേരും കോൺടാക്ട് ഡീറ്റെയിൽസും, പിന്നെ അതുപോലെ ഞങ്ങൾ താമസിച്ച ഹോട്ടൽസ്, ഞങ്ങൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ്സും, ഞങ്ങൾ വിസിറ്റ് ചെയ്ത പ്ലേസസും എല്ലാം അതിലുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ട്രാവൽ ഐറ്റിനറി തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസിലൂടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ വിസിറ്റ് ചെയ്ത പ്ലേസസിൻ്റെ വിശേഷമൊക്കെ അടുത്ത വീഡിയോയിലുണ്ടാകും. അപ്പോൾ അതിൽ കാണാം. ബൈ.